നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിനു ശേഷം അവർ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കുറിച്ചുള്ള അവരുടെ ഒരു ചിന്തയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അവരിപ്പോൾ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളും വിഷമങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാർഡ്സ് ഒക്കെ ഇങ്ങനെ താഴോട്ട് വീണോണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റിസ് കാർഡാണ്. ഈ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ നേരത്തെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു നീതി തരണം എന്നുള്ള ഒരു കുറ്റബോധം അവർക്കുണ്ട്. നിങ്ങളോട് നീതിപൂർവ്വം അല്ലെങ്കിൽ നീതി കാണിച്ചിട്ടില്ല, നിങ്ങളുടെ അടുത്ത് അവർ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് നിന്നിട്ടില്ല എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ട്. ഓക്കെ, ആ ഒരു വിഷമവും കുറ്റബോധവും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ത്രീ ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ഈ ഒരു പേഴ്സണോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്ടമില്ലാത്ത ചിലർ ഈ ഒരു നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു കാര്യം കേട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് നിന്നിട്ടുള്ളത് ഒരു നീതി നിങ്ങളോട് കാണിച്ചിട്ടില്ല എന്നുള്ളത് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, ത്രീ ഓഫ് വാൺസ് ആണ്. അവരിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങളോട് അവർ കാണിച്ചിട്ടുള്ള എല്ലാ നീതികേടും അത് അവർ ചെയ്തത് തെറ്റാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നതായിട്ടാണ്. അതായത് അവർ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് ഒരു നീതിപൂർണ്ണമല്ലാത്തൊരു കാര്യമാണ്. അതായത് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നിങ്ങളെ വിഷമിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചെയ്തത് ശരിയല്ല എന്നുള്ള റിയലൈസേഷൻ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ തെറ്റ് അവരെന്താണെന്നുള്ളത് ഇപ്പോൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. പേജ് ഓഫ് വാൺസ് ആണ്. അവർ ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം. അതായത് അവർക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു മിസ്റ്റേക്ക് വന്നു, നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ നിങ്ങളോട് സംസാരിക്കണം എന്നാണ് ഇപ്പോഴാഗ്രഹിക്കുന്നത്. ഡെത്ത് കാർഡാണ്. ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ നിങ്ങളിൽ നിന്നും പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ അവർ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും അവർക്ക് ഈ ഒരു റിയലൈസേഷനിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു പേഴ്സൺ ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ട് ഇവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കാരണമാണ് അവരിങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് റിയലൈസ് ചെയ്തിട്ട് അത് അങ്ങനെ ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം വേണം, അല്ലെങ്കിൽ നിങ്ങളോട് അത് തുറന്ന് സമ്മതിക്കണം. എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ വിളിക്കണമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ദ ഹയറോഫന്റ് കാർഡാണ്. ഈ ഒരു റിയലൈസേഷൻ്റെ പുറത്ത് അവർ അതായത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരവരുടെ തെറ്റ് കുംഭസാരം നടത്തുക എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ അവരവരുടെ തെറ്റ്, അല്ലെങ്കിൽ ദേവാലയങ്ങളൊക്കെ പോയി അവർ ചെയ്ത തെറ്റ്
തെറ്റാണ് എന്നുള്ളത് അംഗീകരിക്കും, അതിന് ക്ഷമ ചോദിക്കും അവർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളോട് കൂടി വന്നിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് അവർ ചെയ്ത തെറ്റിന് ഒരു മാപ്പ് നിങ്ങളോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഒരു ഒരു അബദ്ധ ധാരണയിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്, അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെരുമാറിയിട്ടുള്ളത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് അവരെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ, തിരിച്ചു വരാൻ എന്നല്ല, അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഫൈവ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇപ്പോഴവരുടെ മനസ്സിലുള്ള ഒരു വിചാരം എന്നുള്ളത്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതായത് അവരായിട്ട് അവസാനിപ്പിച്ച് പോകുന്നത് കൊണ്ട് തന്നെ പിന്നെ അവരുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് എന്ന് അറിയാതെയാണ് അവർ നിങ്ങളിൽ നിന്നും മാറി പോന്നിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനി അവർക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ള ഒരു ഫീലിങ്സിലാണ് അവരുള്ളത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ അവർ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ കർമ്മ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കർമ്മ ക്ലിയറൻസിന് ശേഷം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആവും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അവരിപ്പോൾ അനുഭവിക്കുന്ന അവരുടെ കർമ്മയാണ്, അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റിനുള്ള ഒരു ശിക്ഷയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത്. ഇപ്പോൾ ആൾക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. അപ്പോൾ അവർ സ്നേഹത്തോടെ അവരുടെ തെറ്റ് തിരുത്തി നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് അവർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരു സിറ്റുവേഷനാണ്. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. തിങ്കിങ് എന്നാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് വന്ന മിസ്റ്റേക്ക് കാരണം ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് ഇനി അവർ ഈ കാര്യം അംഗീകരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബ്ലെസ്ഡ് എന്നാണ് പറയുന്നത്. നിങ്ങളെപ്പോലെ ഒരു പാർട്ട്ണറുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായതിൽ അവർ ബ്ലെസ്ഡ് ആണ്. കാരണം അവർക്കിപ്പോൾ നിങ്ങളുടെ വാല്യൂ അറിയാം, അല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അവരിപ്പോൾ കരുതുന്നത് അവർ ബ്ലെസ്ഡ് ആണ് ഇങ്ങനെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിന് എന്നാണ്. പ്രോമിസ് എന്നാണ്. അവർ തന്നിട്ടുള്ള ഒരു പ്രോമിസ് അവർ തെറ്റിച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിന്നിട്ടുള്ളത്. ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് അവർ പോയിട്ടുള്ളത് ഈ ഒരു പ്രോമിസ് തെറ്റിച്ചിട്ടാണ്. അതായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ മാറി നിൽക്കുവാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസ് തെറ്റിച്ചൊരു സിറ്റുവേഷനാണ്. ആ ഒരു പ്രോമിസ് തെറ്റിച്ചതിൽ അവർക്ക് വിഷമമുണ്ട്. ഓക്കെ, കാർമിക് ബാറ്റിൽ എന്നാണ് ഈ വീൽ ഓഫ് ഫോർച്യൂണിന്റെ അതേ ഒരു മീനിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ നിരപരാധിത്വം അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഈ സിറ്റുവേഷന് ഏറ്റവും മാച്ച് ആയിട്ടുള്ളത് ഫോർഗീവ് ചെയ്യാനാണ് അവർ പറയുന്നത്. നിങ്ങൾ അവരോട് ക്ഷമിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. ഓക്കെ, ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നുള്ള ഒരു കൈ കൂപ്പി തൊഴുതുകൊണ്ട് അവർ നിങ്ങളോട് പറയുവാണ് നിങ്ങൾ അവരോട് ക്ഷമിക്കണമെന്ന്. ഓക്കെ, ലേണിംഗ് എന്നാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ക്ലിയർ ആയിട്ടൊരു പിക്ചർ അവർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്. ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് വന്നതെന്നുള്ള റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ തെറ്റ് അംഗീകരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്നുള്ള സിറ്റുവേഷൻ അവർക്ക് വിഷമമുള്ളതാണ്. അവർ നിങ്ങളോട് ഫൊർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരുടെ കർമ്മ അല്ലെങ്കിൽ കാർമിക് ബാറ്റിൽ കാരണമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നത് എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അവരുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് നേരിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരേണ്ട ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണെന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഈ ഒരു കോംപ്രമൈസിന്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ തെറ്റ് മനസ്സിലാക്കി അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ട്രസ്റ്റ് എന്നാണ്, നിങ്ങൾ വിശ്വസിക്കണം എന്നാണ്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, അതായത് നിങ്ങൾക്ക് ഇനി ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം അവർ നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോയതാണെങ്കിലും ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം. കാരണം സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു പേഴ്സണെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ടേക്ക് ആക്ഷൻ എന്നാണ്. നിങ്ങളാണ് ഇതിനൊരു ആക്ഷൻ എടുക്കേണ്ടത്. അതായത് അവർ തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊരു ആക്ഷൻ നിങ്ങളാണ് എടുക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എ, ജൂൺ 1999, 1990, തിരുവോണം, ഉത്രാടം, 1994, ചതയം, ആയില്യം, 2000, ചോതി, ലെറ്റർ ജെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.